സഹോദരങ്ങളെ, യാത്ര എന്ന് പറയുന്നത് ഒരു വലിയ സംഭവം തന്നെയാണ്. ഈ യാത്ര ഏകദേശം 560 കിലോമീറ്റർ താണ്ടിയിരിക്കുകയാണ്. ഈ 560 കിലോമീറ്റർ സഞ്ചരിച്ച ഈ അവസരത്തിൽ എനിക്ക് തന്നെ ഒരുപാട് മാറ്റങ്ങൾ ഉണ്ടായിട്ടുണ്ട്. യാത്ര തുടങ്ങുന്ന അന്നത്തെ ഞാനല്ല ഇന്ന്. ഒരുപാട് മാറ്റങ്ങൾ എന്നിൽ തന്നെ വന്നിട്ടുണ്ട്. എനിക്ക് പലരും ചോദിക്കാറുണ്ട്, എന്തിനാണ് നിങ്ങൾ ഈ വണ്ടിയും വലിച്ചുകൊണ്ട് യാത്ര ചെയ്യുന്നതെന്നൊക്കെ ചോദിക്കും. ഞാൻ എന്നെ തന്നെ നന്നാക്കി എടുക്കാൻ കൂടി വേണ്ടിയിട്ടാണ് ഈ യാത്ര. അതിനോടൊപ്പം സർവശക്തനായ നാഥൻ്റെ പരിശുദ്ധമായ വചനങ്ങൾ വിവേചനങ്ങളില്ലാതെ എല്ലാ ജനങ്ങളിലേക്കും എത്തിക്കുക എന്നുള്ള ഒരു വമ്പിച്ച ദൗത്യം കൂടി ഇതിനോടൊപ്പം ചെയ്യുന്നുണ്ട്. അപ്പോൾ യാത്രയുടെ തുടക്കത്തിൽ പല അപാകതകളും പല വിഷമങ്ങളും പല പ്രശ്നങ്ങളൊക്കെ ഉണ്ടായിട്ടുണ്ട്. അന്നത്തെ പെട്ടെന്ന് ഒരു തിക്താനുഭവം വരുമ്പോൾ പെട്ടെന്ന് പ്രതികരിക്കുന്ന ഒരു സ്വഭാവം ഉണ്ടായിരുന്നു. അത് കുറേ യാത്ര ചെയ്തപ്പോൾ അത് മാറി. അതിനുശേഷം തെറ്റുകൾ കാണുമ്പോൾ ജനങ്ങളെ ചൂണ്ടിക്കാണിക്കുന്ന ഒരു ഇതുണ്ടായിരുന്നു. അത് കുറച്ച് രൂക്ഷമായിട്ട് തന്നെ അത് ജനങ്ങളിലേക്ക് എത്തിക്കുന്ന ഒരു ഇതുണ്ടായിരുന്നു. അതും കുറേ കഴിഞ്ഞപ്പോൾ സൗമ്യമാവാൻ സാധിച്ചു. അതുപോലെ എന്തൊക്കെ പ്രശ്നങ്ങളുണ്ടെങ്കിലും നേരിടാനും എന്തൊക്കെ തടസ്സങ്ങളുണ്ടെങ്കിലും അതിനൊക്കെ തരണം ചെയ്ത് മുന്നോട്ട് പോകാനുള്ളൊരു ശക്തിയും ഇതൊക്കെ നമുക്ക് കിട്ടിയിട്ടുണ്ട്. അതുപോലെ ഇപ്പോൾ ഞാൻ പറയുകയാണെങ്കിൽ 250 കിലോ ഭാരമുള്ള ഒരു വണ്ടിയും വലിച്ച് ഈ കയറ്റങ്ങളും ഈ വെയിലും മഴയും ഇപ്പോൾ ഈ വർഷത്തെ ചൂട് എന്ന് പറഞ്ഞാൽ കഠിനമായ ചൂടായിരുന്നു. ആ ചൂടത്ത് പുറത്തേക്ക് ഇറങ്ങാൻ പോലും പാടില്ല എന്ന് പറഞ്ഞ ആ ഒരു സമയത്ത് ഇത്രയും ഭാരമുള്ള വണ്ടിയും വലിച്ച് കയറ്റങ്ങളും കയറ്റി വെയിൽ കൊണ്ട് വേർത്ത് കുളിച്ച് ഇവിടെ സഞ്ചരിക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സർവശക്തനായ നാഥൻ്റെ അനുഗ്രഹം ഇല്ലാതെ ഇത് സാധിക്കില്ല എന്നുള്ളത് ഉറപ്പാണ്. നിങ്ങളൊന്ന് പരിശ്രമിച്ച് നോക്കൂ. ഒരു ദിവസം അല്ലെങ്കിൽ ഒരാഴ്ച ഇതുപോലെ സഞ്ചരിക്കാൻ, ഒറ്റയ്ക്ക് ഇത്രയും ഭാരമുള്ള ഒരു വണ്ടിയും വലിച്ചുകൊണ്ട് സഞ്ചരിക്കാൻ. ഈ റോഡിൽ ഇത്രയും അപകടങ്ങൾ വരുന്ന വഴിക്ക് ഒരുപാട് അപകടങ്ങൾ കണ്ടു. അങ്ങനെയുള്ള അപകടങ്ങളൊന്നും സംഭവിക്കാതെ ഇപ്പോൾ ഇന്ന് രാത്രി എവിടെയാണ് കിടക്കാൻ പോകുന്നത്, എവിടെ നിന്നാണ് ഭക്ഷണം കഴിക്കാൻ പോകുന്നത്, ഒരു തരത്തിലുള്ള മുൻ ഒരുക്കങ്ങളും ഇല്ലാതെയുള്ള ഈ ഒരു യാത്ര, അതൊരു വല്ലാത്തൊരു യാത്ര തന്നെയാണ്. അപ്പോൾ ഈ യാത്രയിലെ അനുഭവങ്ങളിൽ ഇന്നലെ സംഭവിച്ച ഓരോ ദിവസവും ഓരോ വലിയ കഥകളുണ്ട്. അതെല്ലാം നിങ്ങളോട് പറയാൻ എനിക്ക് സാധിച്ചിട്ടില്ല. പക്ഷേ ഇന്നലത്തെ ആ ഒരു കഥ അത് നിങ്ങളോട് എനിക്ക് പറയാതിരിക്കാൻ കഴിയില്ല. ഇന്നലെ ഏകദേശം ഒരു 6:30 ആയി കാണും. 6:30 ആയപ്പോൾ നമ്മുടെ ഒരു മഹരിബ് നമസ്കാരം ഉണ്ടല്ലോ, ആ സമയം ആയപ്പോൾ പള്ളികളൊന്നും കാണുന്നില്ല. അങ്ങനെ നടന്നുകൊണ്ട് വരികയാണ്. നടന്നുകൊണ്ട് വരുന്നതിനിടയ്ക്ക് ഒരു സ്ഥലത്ത് പെട്ടെന്ന് അവിചാരിതമായി ഒരു പള്ളി കണ്ടു. അപ്പോൾ അവിടെ കയറി നമസ്കരിച്ചു. എല്ലാവരോടും ഒപ്പം നമസ്കരിച്ചു. അങ്ങനെ ഞാൻ പുറത്ത് വന്ന് ഇരിക്കുകയാണ്, ഷൂസ് ഇടാൻ വേണ്ടിയിട്ട് പുറത്ത് വന്നിരിക്കുകയാണ്. അപ്പോൾ അവിടെ കുറേ ആളുകൾ കൂടി നിന്ന് എന്തൊക്കെയോ പറയുന്നുണ്ട്. എന്നെ ചൂണ്ടിക്കാണിച്ചിട്ട് എന്തൊക്കെയോ പറയുന്നുണ്ട്. ഇന്ന് ഇവിടെയാണെന്ന് തോന്നുന്നു, എന്താ ഇനി നമ്മളെ പറ്റി ഇപ്പം ഇനി എന്താ പറയാമെന്ന് അറിയില്ലല്ലോ, അങ്ങനെ എന്തെങ്കിലുമൊക്കെ ആയിരിക്കും. ഇപ്പം ഇത് വന്നു കഴിഞ്ഞാൽ എന്തെങ്കിലും ഒരു കുഴപ്പം കണ്ടാൽ വിളിച്ച് പറയുകയും ചെയ്യും. ഇപ്പം നമ്മൾ എന്താ ചെയ്യേണ്ടതെന്നൊക്കെ ഉള്ളൊരു ചർച്ചയിലാണ്. അപ്പോൾ ഞാൻ ഷൂസ് ഇട്ടുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അതിൽ 2-3 ആളുകൾ വന്നിട്ട് എന്നോട് ചോദിച്ചു, ഇന്നിപ്പോൾ എന്താണ്, എവിടെയാണ് താമസിക്കണത്? അപ്പോൾ ഞാൻ പറഞ്ഞു, എന്തായാലും ഇവിടെയല്ല, ഞാൻ നടക്കുകയാണ്. അപ്പോൾ അവർക്കൊരു സമാധാനമായ പോലെ അവർ പോയിട്ട് പരസ്പരം പറയുന്നുണ്ടായിരുന്നു, ഇന്ന് ഇവിടെ അല്ല എന്നാണ് പറയുന്നത്. അപ്പോൾ അവർ മുഖത്തൊക്കെ ചിരിയൊക്കെ വന്നു. അപ്പോൾ അവർ പരസ്പരം പറയുന്നുണ്ട്, ഇവിടുന്ന് ഏത് പള്ളിയിലേക്കാണ്, ഇവിടുന്ന് ഇപ്പോൾ അടുത്തെവിടെയും നമുക്ക് പള്ളിയൊന്നും കാണാനില്ലല്ലോ എന്നൊക്കെ അവരങ്ങനെ പറയുന്നുണ്ട്. അപ്പോൾ ഞാനത് കേൾക്കുന്നുണ്ട്. പക്ഷേ നമുക്കുള്ള സ്ഥലം അതല്ല എന്നെനിക്ക് തോന്നി. അപ്പോൾ ഞാൻ അവരോട് പറഞ്ഞു, ഇന്ന് ഞാൻ ഇവിടെ അല്ല താമസിക്കുന്നത്, ഇവിടെ ആണെന്ന് എനിക്ക് തോന്നുന്നില്ല. അപ്പോൾ അതുകൊണ്ട് ഞാനിങ്ങനെ നടക്കുകയാണ്. അപ്പോൾ അങ്ങനെ നടന്നു തുടങ്ങി. നടന്ന് ഒരു പള്ളികളും ഇല്ല, കുറേ അങ്ങനെ പോവുകയാണ്. അപ്പോൾ ചെങ്കുത്തായൊരു കയറ്റം വന്നു. അപ്പോൾ ആ കയറ്റം വന്നപ്പോൾ ഞാൻ വിചാരിച്ചു, ഈ കയറ്റം ഞാൻ എങ്ങനെ ഒറ്റയ്ക്ക് കയറ്റാൻ? ആരുമില്ല, റോഡ് സൈഡിലൊന്നും ആരും കാണാനുമില്ല. ആരും ഉണ്ടെങ്കിൽ തന്നെ അവർ വന്ന് നോക്കി, കഷ്ടമാണല്ലോ എന്നൊക്കെ പറഞ്ഞ് പോകാമെന്നല്ലാതെ അധികാരം സഹായിക്കാറൊന്നുമില്ല. എന്തായാലും നമുക്ക് സഹായം സർവശക്തനായ നാഥൻ്റെ ആണല്ലോ. അത് ഉള്ളത് കൊണ്ട് ഒരു അനുഗ്രഹത്തിലാണ് ഈ പോകുന്നത്. ചില സമയത്ത് നല്ല കയറ്റത്തിൽ ഇങ്ങനെ കുറച്ച് ദൂരം പോവും, പിന്നെ അവിടെ നിൽക്കും, പിന്നെ കുറച്ച് ദൂരം പോവും, പിന്നെ അവിടെ നിൽക്കും. ഇന്നലെ ഒരു കയറ്റത്തിലെത്തിയപ്പോൾ ഞാനിങ്ങനെ വളരെ വിഷമിച്ചിട്ടാണ് ആ കയറ്റം കയറുന്നത്. കുറേ കഴിഞ്ഞപ്പോൾ ആരോ തള്ളുന്ന പോലെ തോന്നി. അപ്പോൾ എന്തായാലും ആരോ തള്ളാൻ വന്നിട്ടുണ്ട്. പക്ഷെ എനിക്ക് നോക്കാനുള്ളൊരു അവസരമില്ല. അങ്ങനെ കുറേ അങ്ങോട്ട് പോയി. കയറ്റം കഴിയാറായപ്പോൾ
ഭാരം കൂടിയ പോലെ തോന്നി. ഇതെന്താ കയറ്റം കഴിയാറായപ്പോൾ ഭാരം കൂടണം. അപ്പോൾ ഞാൻ അവിടെ നിന്നിട്ട് നോക്കി. അപ്പോൾ തള്ളുന്ന ആളുകളൊന്നും കാണാനും ഇല്ല. അപ്പോൾ ചിലപ്പോൾ ആരെങ്കിലും വന്ന് തള്ളിയിട്ടുണ്ടാവാം. അതിനുശേഷം അവർ കയറ്റം കഴിയാറായെന്ന് കണ്ടപ്പോൾ അവർ പോയതാവാം, ഞാനത് കാണാത്തതുകൊണ്ടോ എന്തോ ആവാം. എന്തായാലും അങ്ങനെ പോയിക്കൊണ്ട് അടുത്ത കയറ്റം വന്നു. അപ്പോൾ ഇപ്പം തന്നെ ഒരു കയറ്റം കയറിയുള്ളത് ആരൊക്കെയോ തള്ളിയിട്ട് ഇവിടെ എത്തി. സർവശക്തൻ്റെ അനുഗ്രഹം എന്ന് തന്നെ പറയാം. അത് കഴിഞ്ഞപ്പോൾ പിന്നെ കയറ്റം ഒരു പകുതി മുക്കാലായി. ഒരു ബംഗാളിയല്ല, ആസാമി പയ്യനാണ്. അവൻ വന്നിട്ട് അവൻ ഫോൺ ചെയ്യുമ്പോൾ എൻ്റെ ഈ മൈക്കിലെ ശബ്ദം അവനൊരു വിഷമം. അവൻ്റെ ഫോൺ ചെയ്യാൻ അവന് പറ്റുന്നില്ല. അവൻ ആസാമിലെ ആരോടോ കാര്യമായിട്ട് എന്തൊക്കെയോ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഞാൻ വിചാരിച്ചു കുറച്ച് നേരം നിർത്തി കൊടുക്കാം. അപ്പോൾ ഞാൻ എൻ്റെ വോയിസ് നിർത്തിയിട്ട് ശബ്ദമില്ലാതെ തള്ളിക്കൊണ്ടിരുന്നു. അപ്പോൾ അവൻ ഫോൺ ചെയ്ത് കഴിഞ്ഞപ്പോൾ ഞാനിത് ഓണാക്കിയപ്പോൾ അവൻ എന്നോട് ചോദിച്ചു, എന്താ आपने क्या बोल रहे हैं, मेरे को कुछ भी समझ में नहीं आ रहा है, ये इसमें क्या है, ये गाड़ी में क्या है, क्या आपने क्या बोल रहे. ഞാൻ പറഞ്ഞു, ഇത് സർവശക്തനായ നാഥൻ്റെ സന്ദേശങ്ങൾ മലയാളത്തിൽ ജനങ്ങളിലേക്ക് എത്തിക്കാൻ. അപ്പോൾ ആർക്ക്? മുസ്ലിമിനാണ്. ഞാൻ പറഞ്ഞു, മുസ്ലിം ഹിന്ദു ക്രിസ്ത്യാനി എന്നതിലില്ല, എല്ലാവർക്കും വേണ്ടിയിട്ടുള്ളൊരു പുസ്തകമാണ്. അപ്പോൾ ഈ പുസ്തകം ജനങ്ങൾക്ക് കൊടുത്തുകൊണ്ട് വരികയാണ്. അപ്പോൾ അവൻ ചോദിച്ചു, ഫ്രീ ആയിട്ട് കൊടുക്കുകയാണ്? ഫ്രീ ആയിട്ടല്ല, ചെറിയ ബുക്ക് 200-ഉം വലിയ ബുക്ക് 600-നാണ് കൊടുത്തുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ അവൻ പറഞ്ഞു, ഞാനും നിങ്ങളോടൊപ്പം ഉണ്ട്. അപ്പോൾ ഞാൻ പറഞ്ഞു, ഏതുവരെ വരും? അപ്പോൾ എനിക്ക് പറ്റാവുന്നിടത്തോളം വരാമെന്ന് പറഞ്ഞു. 1-2 കയറ്റങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ അവൻ എൻ്റെ കൂടെ യാത്ര തുടങ്ങി. അപ്പോൾ അവനെ കണ്ട സ്ഥലത്ത് അതിൻ്റെ തൊട്ടടുത്താണ് അവൻ താമസിക്കുന്നത്. അപ്പോൾ അവൻ വന്ന് ഒരു 3 കിലോമീറ്ററോളം ആയപ്പോൾ ഞാൻ അവനോട് ചോദിച്ചു, ഇനി നീ വന്നു കഴിഞ്ഞാൽ ഈ 3 കിലോമീറ്റർ നീ തിരിച്ചു പോകണ്ടേ? ഇപ്പം എൻ്റെ കൂടെ നടക്കുമ്പോൾ നിനക്ക് ചിലപ്പോൾ സംസാരിച്ചിട്ടൊക്കെ പോകുമ്പോൾ കുഴപ്പമില്ലായിരിക്കും, ഒറ്റയ്ക്ക് നീ പോകണ്ടേ? അപ്പോൾ അവൻ പറഞ്ഞു, വേണ്ട, ഞാൻ ബസ്സിന് പൊക്കോളാം. അപ്പോൾ നീ എവിടേക്ക് വരാൻ? എനിക്ക് കുറച്ചുകൂടി നിങ്ങളുടെ കൂടെ വരണം. അങ്ങനെ പോയി ഒരു ഹോട്ടലെത്തി, നല്ലൊരു ഹോട്ടൽ. അവിടെ ഭക്ഷണം കഴിക്കാൻ വേണ്ടി കയറി. അപ്പോൾ അവൻ പറഞ്ഞു, എനിക്കൊരു ചായ മാത്രം മതി, നിങ്ങൾ ഭക്ഷണം കഴിച്ചു. അപ്പോൾ എന്തായാലും ഒരു ഫുഡ് ഓർഡർ ചെയ്തു, ചായയും ഓർഡർ ചെയ്തു, ഭക്ഷണം വന്നു. അപ്പോൾ ഞാനൊരു പ്ലേറ്റും കൂടി വേണമെന്ന് പറഞ്ഞു. അങ്ങനെ എൻ്റെ ഫുഡിൻ്റെ പകുതി ഞാൻ അവന് കൊടുത്തു. പകുതി അവൻ കഴിക്കണില്ല, അത്ര വേണ്ട എന്ന് പറഞ്ഞ് തിരിച്ചിങ്ങോട്ട് തന്നെ കുറച്ച് തന്നിട്ട് അവനൊരു കുറച്ച് ഭക്ഷണം കഴിച്ചുകൊണ്ടിരുന്നു. ഞാനും കഴിച്ചു. അങ്ങനെ കഴിച്ചു കഴിഞ്ഞപ്പോൾ കഴിയുന്നതിന് മുമ്പ് ഇവൻ എഴുന്നേറ്റ് കൈ കഴുകാൻ പോയി, തിരിച്ചു വന്നു. അപ്പോൾ ഞാൻ അവരോട് പറഞ്ഞു, ഇതിൽ ഭക്ഷണം കുറച്ച് ബാക്കിയുണ്ടല്ലോ, ചപ്പാത്തി 2 എണ്ണ പറഞ്ഞിട്ടുണ്ടായിരുന്നുള്ളൂ, 4 എണ്ണമൊക്കെ ഇതിൽ കാണാനുണ്ട്. അപ്പോൾ അവർ പറഞ്ഞു, ബില്ല് ഓൾറെഡി പേ ചെയ്തല്ലോ, ഇനി ബാക്കിയുള്ളത് നിങ്ങൾക്ക് പാക്ക് ചെയ്ത് തരാം. അപ്പോഴാണ് അറിയുന്നത് ആ പയ്യൻ ഭക്ഷണത്തിനുള്ള ബില്ല് കൊടുത്തു കഴിഞ്ഞിരിക്കുന്നു. ഏകദേശം 100-200 രൂപയോളം അവൻ അതിന് വേണ്ടി കൊടുത്തു. അപ്പോൾ എന്നിട്ട് ഞാൻ വിചാരിച്ചു, ഇനി ഞാൻ അവനെ വിളിച്ചിട്ട് അവനോട് പറഞ്ഞു, നീ ഭക്ഷണം പൈസ കൊടുക്കണ്ട, ഞാൻ തരാം ഈ പൈസ. അപ്പോൾ അവനത് വാങ്ങണില്ല. അവസാനം അവന് തസ്ബീഹ് കൊടുത്തു. അവന് ഭയങ്കര സന്തോഷമായി. ഞാനൊരു തസ്ബീഹ് കൊടുത്തപ്പോൾ എൻ്റെ അടുത്ത് കുറച്ച് തസ്ബീഹുകളുണ്ട്. ഇങ്ങനെ സഹായം ചെയ്യുന്ന ആളുകൾക്കൊക്കെ ഓരോ തസ്ബീഹ് കൊടുക്കുക, അതെൻ്റെ ഒരു ശീലമാണ്. അതുപോലെ ആരെങ്കിലുമൊക്കെ നിങ്ങൾക്ക് എന്തെങ്കിലും സഹായം വേണോ എന്ന് ചോദിക്കുമ്പോൾ ഞാൻ പറയും, ഈ തസ്ബീഹ് ഒരെണ്ണം വാങ്ങിക്കും. അപ്പോൾ ഒരു 50 രൂപയ്ക്ക് ഒരു തസ്ബീഹ് കൊടുക്കും. അങ്ങനെ ഭക്ഷണത്തിൻ്റെ കാര്യമൊക്കെ അങ്ങനെ നടന്നു പോകും. അങ്ങനെ ഇവൻ ഹോട്ടലിൽ നിന്ന് ഞാൻ വിചാരിച്ചു, ഇനി ഇവൻ പോവും, ഇവൻ്റെ പൈസയും 200 രൂപ ചിലവായി, ഇത്ര നടക്കുകയും ചെയ്തു. പക്ഷെ അവൻ പോയില്ല. അവൻ എൻ്റെ കൂടെ വീണ്ടും വരികയാണ്. അങ്ങനെ വന്ന് കുറേ ദൂരെ എത്തിയപ്പോൾ ഞാൻ അവനോട് ചോദിച്ചു, ഇവിടെ അടുത്തെവിടെയെങ്കിലും വല്ല പള്ളിയുണ്ടോ? നെറ്റിൽ നോക്കുമ്പോൾ ഒരു പള്ളി ഒരു 6 കിലോമീറ്റർ അപ്പുറത്ത്, ഒരു പള്ളി ഒരു 3 കിലോമീറ്റർ അപ്പുറത്തുണ്ട്. പക്ഷെ അവിടുന്ന് അങ്ങോട്ട് വഴിയില്ല, തിരിച്ചിങ്ങോട്ട് തന്നെ വരണം. അപ്പോൾ അത് രണ്ടും നടക്കില്ല. അപ്പോൾ ഞാൻ അവനോട് പറഞ്ഞു, ഈ പള്ളികളും നടക്കില്ലല്ലോ, അപ്പോൾ നമുക്ക്. അപ്പോൾ അവൻ പറഞ്ഞു, കുറച്ചുകൂടി പോയാൽ ഞാനൊരു പള്ളി കണ്ടിട്ടുണ്ട് ആദ്യം ഈ ഭാഗത്ത്. അപ്പോൾ പക്ഷേ റോങ് സൈഡിൽ പോകേണ്ടി വരും. അതായത് വണ്ടികൾ ഇങ്ങോട്ട് മാത്രം വരുന്ന ഹൈവേയുടെ സൈഡിലുള്ള റോഡാണ്. അപ്പോൾ ഞാൻ പറഞ്ഞു, കുഴപ്പമില്ല, നമുക്ക് റോങ് സൈഡിൽ പോകും, ആരും നമ്മളെ ഉപദ്രവിക്കൊന്നുമില്ല. കണ്ടു കഴിഞ്ഞാൽ ആരായാലും ബ്രേക്ക് ഓൺ പോലും അടിക്കാറില്ല. എൻ്റെ ഈ വണ്ടി കണ്ടിട്ട് ട്രാൻസ്പോർട്ട് ആയാലും ലോറി ആയാലും ആരായാലും ഇതുവരെ ഒരു ഹോൺ പോലും അടിച്ചിട്ടില്ല, മാറ്റി വെക്കാനോ ഒന്നും പറഞ്ഞിട്ടില്ല. അവർ അവിടെ ബ്രേക്ക് പിടിച്ച് അവിടെ നിർത്തും. ഞാൻ കണ്ടു കഴിഞ്ഞാൽ ചിലപ്പോൾ കാണൂല്ല, ഞാൻ അങ്ങനെ പതുക്കെ പോകണ്ട, അവരെൻ്റെ പതുക്കെ പിന്നെ അല്ലെങ്ങനെ പതുക്കെ വരണുണ്ടാവും. അങ്ങനെ ഞാൻ കണ്ടു കഴിഞ്ഞാൽ ഒന്നുകൂടി, നമുക്ക് സൈഡ് ഒതുക്കാനൊരു പരിധി ഉണ്ടല്ലോ, അത്ര ഒതുക്കാൻ പറ്റുള്ളൂ, അത് അവർക്കും അറിയാം. അപ്പോൾ അതുകൊണ്ട് അവരും ഉണ്ടാകത്ത് അങ്ങനെ ആണ് വന്നുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഈ റോങ് സൈഡിൽ പോയിക്കൊണ്ടിരിക്കുക, ഞാനും ഉണ്ട് അവനും ഉണ്ട്. അപ്പോൾ അങ്ങനെ പോകുമ്പോൾ അവൻ പറഞ്ഞൊരു പള്ളി കണ്ടിട്ടുണ്ട് ഞാൻ പണ്ട് ഇവിടെ.
അങ്ങനെ പോയിട്ട് കണ്ടതാണ് ആ ലോകത്തിലെ ഏറ്റവും ചെറിയ പള്ളി. 4 പേർക്ക് നമസ്കരിക്കാവുന്ന, ഇമാമിലും പിന്നിൽ 3 പേർക്ക് കഷ്ടിച്ച് നിസ്കരിക്കാവുന്ന ഒരു പള്ളി. ആ പള്ളി ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം. ലോകത്തിലെ തന്നെ ഏറ്റവും ചെറിയ പള്ളിയാണ് നമ്മൾ ഈ കാണാൻ പോകുന്നത്. ഈ പള്ളി ഉള്ളത് മുഴപ്പിലങ്ങാടിലാണ് ഈ പള്ളി ഉള്ളത്. ഇതിൻ്റെ പേര് നമസ്കാര പള്ളി എന്നാണ്. ഈ പള്ളി ലോകത്തിലെ ഏറ്റവും ചെറിയ പള്ളി കാരണം ഇത് റോഡ് പണി വന്നപ്പോൾ കട്ട് ചെയ്തതാണ്. ഇതിലൊരു കഷ്ടിച്ച് 4 പേർക്കോ 5 പേർക്കോ നിസ്കരിക്കാൻ കഴിയും. നമ്മൾ ആ പള്ളി കണ്ടത് ഒരു വലിയ കഥയുണ്ട്. ലോകത്തിലെ ഏറ്റവും ചെറിയ പള്ളിയാണെങ്കിലും ഈ പള്ളിയായിട്ട് ബന്ധപ്പെട്ട് എനിക്ക് പറയാനുള്ളത് ഒരു വലിയ കഥയാണ്. ഈ പള്ളിയുടെ 3 ഭാഗമാണ് ഈ പള്ളിക്കുള്ളത്, 4 ഭാഗം പോലും ഇല്ല. അപ്പോൾ ഒരു വലിയൊരു പള്ളി റോഡ് പണിക്ക് വേണ്ടി പൊളിച്ചു പോയപ്പോൾ അതിൻ്റെ ബാക്കിയുള്ള അതുപോലും നിർത്തിയിട്ട് അവർ കൊണ്ട് നടക്കുകയാണ്. ഈ പള്ളിയുടെ അവിടുന്ന് തലശ്ശേരിക്ക് ഏകദേശം ഒരു 10-12 കിലോമീറ്റർ ഉണ്ടാവും. അതേപോലെ ഈ റോഡിലൂടെ നേരെ അങ്ങോട്ട് പോയി കഴിഞ്ഞാൽ കണ്ണൂർക്ക് ഒരു 9 കിലോമീറ്ററും ഉണ്ടാവും. അതാണ് ഈ പള്ളിയുടെ ലൊക്കേഷൻ. അപ്പോൾ ഇതിനു വേണ്ടി ഈ പള്ളിക്ക് സഹായിക്കാൻ താല്പര്യമുള്ള ആരെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ സഹായിക്കുന്നത് നല്ലതായിരിക്കും. ഇപ്പോൾ ഇത്രയേ ഉള്ളൂ ഈ ഒരു സ്ഥലം. പിന്നീട് അവർക്ക് പണിയാനുള്ള ഒരു സൗകര്യമൊക്കെ ഉണ്ട്. ഇവിടെ ഒരു കുളവും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ ഇനി ബാക്കിയുള്ള കാര്യങ്ങൾ പറയാം. എന്നിട്ട് ഞാനിങ്ങനെ നടന്നു. ഈ റോങ് സൈഡാണ്, അതായത് അവിടുന്ന് ഇങ്ങോട്ട് വരുന്ന വണ്ടികൾക്ക് ഒരു സ്ഥലമാണ്. പക്ഷേ ഞാൻ പോകുന്നത് റോങ് സൈഡിലാണ്. അതിലൂടെ പോകാൻ പറ്റില്ല. പക്ഷേ എന്തായാലും ഞാൻ അങ്ങനെയാണ് ഇപ്പോൾ ഉണ്ടാകുക. ഒരു ട്രാൻസ്പോർട്ട് ബസ്സൊക്കെ വരുന്നുണ്ട്. ഈ ഇങ്ങനെ ബസ്സുകൾ വന്നുകൊണ്ടിരിക്കുമ്പോൾ ഞാൻ പോകുന്നത് റോങ് സൈഡിലാണ്. ശരിക്കും എനിക്ക് പോകേണ്ടത് അപ്പുറത്തെ സൈഡാണ്. അങ്ങനെ ഒരു ലക്ഷ്യമില്ല. ആ സൈഡിലൂടെ പോയി കഴിഞ്ഞാൽ ഒരു 3 കിലോമീറ്റർ 4 കിലോമീറ്റർ അപ്പുറത്ത് ഒരു പള്ളിയുണ്ട്. അതൊരു റെയിൽവേ ഗേറ്റ് കഴിഞ്ഞ് പോകണം. ആ റെയിൽവേ ഗേറ്റ് കഴിഞ്ഞ് പള്ളി പോയാൽ തന്നെ തിരിച്ച് അതേപോലെ 3 കിലോമീറ്റർ തിരിച്ച് വരണം. അപ്പോൾ ഞാനൊരു 6 കിലോമീറ്റർ നടക്കേണ്ടി വരും. അപ്പോൾ അതെന്തായാലും ബുദ്ധിമുട്ടാണ്. അപ്പോൾ ഞാൻ വിചാരിച്ചു എവിടെയാണ് എത്തുന്നതെന്ന് അറിയില്ല, എന്തായാലും ഞാനിങ്ങനെ പോവാണ്. അങ്ങനെ ഞാൻ ലക്ഷ്യമില്ലാതെ അങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ കുറേ ഇങ്ങനെ പോയപ്പോൾ ഒരു പള്ളിയുടെ പോലെ ഒരു മിനാരം ഒക്കെ കണ്ടു. അപ്പോൾ ഞാൻ വിചാരിച്ചു ഇവിടെ ഒരു പള്ളിയോ. അപ്പോൾ മാപ്പിൽ അങ്ങനെ ഒരു പള്ളി ഇല്ല. അപ്പോൾ നോക്കുമ്പോൾ ഇവിടെ വന്നപ്പോഴാണ് അറിയാൻ കഴിഞ്ഞത് ഇവിടെ ഈ ഒരു ഏരിയയിൽ ഒരു വലിയൊരു പള്ളി ഉണ്ടായിരുന്നു. അത് റോഡ് പണിക്ക് വേണ്ടി അത് പൊളിച്ചു മാറ്റി. അപ്പോൾ അവർ ആ പൈസ ഉപയോഗിച്ച് ഒരു വീട് വിലയ്ക്ക് വാങ്ങി ആ വീട് പള്ളിയാക്കി മാറ്റി. അപ്പോൾ അതുകൊണ്ടാണ് അത് മാപ്പിൽ കാണാതിരുന്നത്. അപ്പോൾ ഞാനങ്ങനെ വന്ന് വണ്ടി ഇവിടെ നിൽക്കുന്നുണ്ട്. ഈ സൈഡിൽ നിർത്തിയപ്പോൾ പള്ളിയുടെ അകത്ത് 1-2 പേരുണ്ടായിരുന്നു. അവർ പുറത്ത് വന്നു. അപ്പോൾ ഈ പള്ളി കണ്ട, ഇതിൻ്റെ പേര് ഷാദുലിയ ജുമാ മസ്ജിദ് ഹയർ സെക്കൻഡറി മദ്രസയും പള്ളിയൊക്കെ കൂടിയിട്ടുള്ള ഒരിതാണ്. ഇന്ന് വെള്ളിയാഴ്ച ആയതുകൊണ്ട് മദ്രസ ഉണ്ടാവില്ല. അപ്പോൾ വെള്ളിയാഴ്ച ആയതുകൊണ്ട് തന്നെ ഞാനിന്ന് വിചാരിക്കുന്നത് ഇവിടെ കുളിയും കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് ഇവിടെ ജുമാ കഴിഞ്ഞിട്ട് 4 മണിക്ക് പുറപ്പെടാനാണ് വിചാരിക്കുന്നത്. ഇത് നമ്മളെ സഹായിച്ച ഒരാളും കൂടിയാണ്. ഇന്നലെ ഇവിടെ താമസിക്കാൻ വേണ്ടി സഹായം ചെയ്ത ഒരാളും കൂടിയാണ്. പിന്നെ ഈ പള്ളി ഒരു വീടായിരുന്നു എന്ന് പറഞ്ഞല്ലോ. അതിൽ പിന്നിൽ വലിയൊരു കഥയുണ്ട്. ഈ പാട്ടുകാരനായിരുന്ന പീർ മുഹമ്മദിൻ്റെ വീടായിരുന്നത്. അദ്ദേഹത്തിൻ്റെ മരണശേഷം അദ്ദേഹത്തിൻ്റെ ഫാമിലി ഈ വീട് ഏകദേശം 1 കോടിക്ക് മുകളിൽ ഇത് വിറ്റ് ഈ പള്ളിക്കാർക്ക് വേണ്ടി വിറ്റു. അങ്ങനെ അവർ ഇവിടുന്ന് യാത്രയായി ഈ വീട് ഒരു പള്ളിയായി മാറി. അപ്പോൾ ഈ പള്ളി നമുക്ക് കാണാം. ഇതിൻ്റെ ഉള്ളിലേക്ക് ഒന്ന് പോയി നോക്കാം. ഇത് കാണുകയാണെങ്കിൽ ഇതാണ് അതിൻ്റെ മെയിൻ ഡോറ് കഴിഞ്ഞ് അകത്ത് വരുമ്പോൾ പള്ളിയുടെ രീതിയിൽ കാർപ്പറ്റ് വിരിച്ചിട്ടുണ്ട്. ഇതാണ് അതിൻ്റെ റൂമുകളും കംപ്ലീറ്റ് കാർപ്പറ്റ് വിരിച്ച് ശരിയാക്കിയിട്ടുണ്ട്. ഇത് കണ്ടപ്പോൾ എനിക്കൊരു ഇത് തോന്നിയത്, ഇവിടെയാണ് ഇന്ന് ജുമാ ഒക്കെ നടക്കാൻ പോകുന്നത്. ഇപ്പോൾ വീടുകൾ ഉണ്ടാക്കുമ്പോൾ ഈ കിബിലയ്ക്ക് അഭിമുഖമായിട്ട് ഉണ്ടാക്കുകയാണ്. ഇപ്പോൾ മുസ്ലിംസ് ആണെങ്കിൽ കിബിലയ്ക്ക് അഭിമുഖമായി ഉണ്ടാക്കുകയാണെങ്കിൽ അവർക്ക് നമസ്കരിക്കാനും എളുപ്പമായിരിക്കും. ഇതേപോലെ ചെരിച്ചിടേണ്ടി വരില്ല. അപ്പോൾ ഈ വീട് അവരന്നൊരു കിബിലയ്ക്ക് അഭിമുഖമായിട്ടായിരുന്നു ഉണ്ടാക്കിയിരുന്നതെന്നുണ്ടെങ്കിൽ ഇങ്ങനൊരു ബുദ്ധിമുട്ടുണ്ടാവില്ലായിരുന്നു. ഓരോ ഭാഗത്തും സ്ഥലങ്ങൾ ഇങ്ങനെ പോവില്ലായിരുന്നു. അപ്പോൾ ഇനി ആരെങ്കിലുമൊക്കെ പുതിയ വീടുണ്ടാക്കുകയാണെങ്കിൽ ഒരു കാര്യം ചെയ്യാം, കിബിലയ്ക്ക് അഭിമുഖമായിട്ട്, അതായത് പടിഞ്ഞാറ് ഭാഗത്തേക്ക് നോക്കിയിട്ട്
കുറച്ചൊന്ന് വലതുഭാഗത്തേക്ക് ചരിച്ച് കിബിലയ്ക്ക് അഭിമുഖമായിട്ട് റൂമുകളും വീട് മൊത്തം അങ്ങനെ നിൽക്കട്ടെ. അത് ആ വീട്ടുകാർക്ക് നമസ്കരിക്കാനും അത് എളുപ്പമായിരിക്കും. അതേപോലെ പിന്നീട് ഒരു കാലത്ത് ഇങ്ങനെ മദ്രസയോ പള്ളിയോ ഒക്കെ ആക്കി മാറ്റുമ്പോൾ ഈ ഒരു ബുദ്ധിമുട്ടുണ്ടാവില്ല. അപ്പോൾ ഇന്നലത്തെ ആ ഒരു സംഭവബഹുലമായ ആ കഥ നിങ്ങൾ കണ്ടു. അതുപോലെ ഇവിടെ വന്നപ്പോൾ ഇവിടുത്തെ ആളുകൾ, ഈ പള്ളിയിലെ ആളുകൾ വളരെ സൗഹാർദ്ദത്തോടു കൂടി നിങ്ങൾ ഇനി യാത്ര ചെയ്യണ്ട, ഇനി നിങ്ങൾക്ക് പോയാൽ പള്ളികളൊന്നും ഇല്ല, നിങ്ങൾ ഇവിടെ തന്നെ നിന്നാൽ മതി എന്ന് ഇങ്ങോട്ട് പറഞ്ഞു. ഞാൻ പുറത്ത് കിടക്കാമെന്നാണ് വിചാരിച്ചത്, പക്ഷെ അവർ ഇങ്ങോട്ട് പറഞ്ഞ് അതിനുള്ള സൗകര്യങ്ങളൊക്കെ ചെയ്തു തന്നു. ഇന്ന് ഇവിടെ നമസ്കാരത്തിന് ശേഷം ഇന്ന് വെള്ളിയാഴ്ച 4 മണിക്ക് യാത്ര തുടരാനാണ് ഉദ്ദേശിക്കുന്നത്. സർവശക്തനായ ഈ ലോകത്തിൻ്റെ നാഥൻ്റെ എല്ലാ അനുഗ്രഹങ്ങളും ഈ ലോകത്തിലെ സകല ചരാചരങ്ങൾക്കും സർവ്വ ജീവജാലങ്ങൾക്കും ലഭിക്കട്ടെ എന്ന ആത്മാർത്ഥമായ പ്രാർത്ഥനയോടെ ഹാരിസ് രാജ്.